UA എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. സ്വദേശവൽക്കരണത്തിന്റെയും എണ്ണയുടെ വിലയുടെയും ഒക്കെ ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ കിടന്ന് നട്ടം കറങ്ങുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ രക്ഷിക്കാൻ ഗവൺമെന്റുകൾ തയ്യാറാകണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടി UA എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. താമസ നിയമ ലംഘനം മൂലം കുവൈറ്റിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഉടൻ നാട്ടിലെത്തിക്കുമെന്ന കേന്ദ്ര വിദേശകാര്യ മന്ത്രിയുടെ പ്രഖ്യാപനം 29,000-ഓളം ഇന്ത്യക്കാർക്ക് ആശ്വാസമാകും. ഇതൊരു സൗഹൃദ സന്ദർശനമാണെന്നും തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയമെടുക്കുമെന്നുമുള്ള മുഖവുരയോടെ തുടങ്ങിയ വാർത്താ സമ്മേളനത്തിൽ ഈ പ്രഖ്യാപനവും റിക്രൂട്ട്മെന്റ് രംഗത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അടുത്തയാഴ്ച കുവൈറ്റിലെത്തിക്കുമെന്ന് പറഞ്ഞതുമാണ് മുഖ്യ ആകർഷണം. പൊതുമാപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് മന്ത്രി മറ്റൊരു രാജ്യത്തിന്റെ അധികാര പരിധിയിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ടെന്ന മുൻകൂർ ജാമ്യവും എടുത്തു. ഒമാനിൽ നിന്നും വിസ റദ്ദാക്കി പോയവർക്ക് മറ്റു വിസകളിൽ തിരിച്ചു വരണമെങ്കിൽ 2 വർഷം കാത്തിരിക്കണമെന്ന നിയമം മാറ്റിയിട്ടില്ലെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഈ വാർത്ത തെറ്റാണെന്നും 2 വർഷത്തെ വിസ നിരോധനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ ഇത് സംബന്ധമായ വാർത്തകൾ വന്നിരുന്നു. 21 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ നിലമേലിൽ നിന്നും നാടുവിട്ടുപോയ മൻസൂറിനെ തേടിയാണ് ഇന്ന് സഹോദരങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മൻസൂറിന് 47 വയസ്സ് പ്രായമാകും. എന്ത് കാരണത്താലാണ് മൻസൂർ നാടുവിട്ടുപോയതെന്ന് കുടുംബത്തിനറിയില്ല. മൻസൂറിന് എന്താണ് പറ്റിയെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. മൻസൂറിന്റെ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മയും വാപ്പയുണ്ട്. നിങ്ങള് സഹോദരങ്ങളാ? ഞാൻ ഇളയാള്, സഹോദരിയുടെ മോൻ. ഇയാൾക്ക് എന്തായിരുന്നു പ്രോബ്ലം? ഇയാള് പോവാൻ കാരണമാവുന്നത് 21 വയസ്സ് കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോ 26 വയസ്സ്. പഠിച്ചിരുന്നോ ഇയാള്? പഠിച്ചിരുന്നു. കോളേജ് ITI പാസ്സായിട്ടുണ്ട്. ITI. എന്നിട്ട് പിന്നെ വീട്ടില് സാധാരണ ജോലികളെല്ലാം വീട്ടിലുണ്ട്. വീട്ടില് പൊതുവെ ഇയാൾ എന്തെങ്കിലും പ്രശ്നം വീട്ടില് നാട്ടിലെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്വന്തമായിട്ട് ഇത്ര റബ്ബറൊക്കെ ജ്യേഷ്ഠൻ തന്നെ വെട്ടുകയൊക്കെ ചെയ്തെന്നൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞാണ് ഈ സമൂഹമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്, ആൾക്കാരുടെ നല്ല സഹകരണം. പ്രണയേറ്റം ഒന്നുമില്ല, നമ്മുടെ അറിവിലൊന്നുമില്ല. ഒന്നുമില്ല. ഇയാൾക്ക് ദൈവഭക്തി ഉള്ള ആളാണ്? അങ്ങനെ പ്രത്യേകിച്ചില്ല. നമ്മളെ കണക്കുള്ള ഒരു സാധാരണ പള്ളിയിൽ പോകുക അത്രയൊക്കെ ഉള്ളു. അല്ലാണ്ട് അമിതമായ ഭക്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും കൂട്ടുകാരുണ്ട് അങ്ങനത്തെ ആളുകൾ? അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു, പ്രസാദ് എന്ന് പറയുന്നത്. അയാൾ എവിടെയാ? പുള്ളി ഇപ്പൊ ദുബൈയിലാണ്. അയാൾക്ക് അറിയില്ല? പുള്ളിയും പറയുന്ന പുള്ളിക്കാൻ അറിയില്ലെന്നാ പുള്ളിയും പറയുന്നത്. ജ്യേഷ്ഠൻ പോകുന്നതിന് മുന്നേ ആയിട്ട് പല സ്വന്തക്കാരെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അവരോട് എന്ത് പറഞ്ഞു? ചെന്ന് പൈസ നമ്മളൊരു സാമ്പത്തിക സഹായം ചോദിച്ചിട്ടുണ്ട്. പോകാൻ വേണ്ടിട്ടാ? അല്ല, പോകാൻ വേണ്ടി അറിയാൻ വയ്യ. പല വീട്ടില് മാപ്പാടെ അനിയന്മാരെ വീട്ടിലും ജ്യേഷ്ഠന്മാരെ വീട്ടിലൊക്കെ പോയായിരുന്നു. പൈസയൊക്കെ ചോദിച്ചായിരുന്നു ഓരോ സ്ഥലങ്ങളിൽ ചെന്ന്. എന്തിനാ ചോദിച്ചത്? ഇല്ല, അത് പറഞ്ഞില്ല, എന്തിനാണെന്നുള്ളത് പറഞ്ഞില്ല. പിന്നെ ഉമ്മയുടെ വാപ്പ മരണപ്പെട്ട കബറിലൊക്കെ പോയി കണ്ടിട്ടൊക്കെയാണ് ആശാൻ പോകുന്നത്. അതിനുശേഷമാണ് പിന്നെയാണ് ആള് കാണാതാവുന്നത്. എല്ലാ സ്വന്തക്കാരെ വീട്ടിലും പോയിരുന്നു. പാസ്പോർട്ട് പാസ്പോർട്ട് നമ്മളെ തന്നെ. പാസ്പോർട്ട് നമ്മളെ തന്നെ. ഇയാളൊന്നും കൊണ്ടുപോയിട്ടില്ല? ഇല്ല ഇല്ല. വഴിന്നല്ലോ മിസ്സാവുന്നു അല്ലേ? ഇയാളൊരു തീരുമാനം എടുത്തിട്ട് പോയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീരുമാനം എടുത്ത് പോയ സംശയമുണ്ട്. ഇങ്ങനെ സ്വന്തക്കാരിലൊക്കെ വീട്ടിലൊക്കെ എല്ലാ സ്ഥലത്തും പോയതുകൊണ്ട്. പിന്നെ അത്യാവശ്യം നല്ലോണം പന്തൊക്കെ കളിക്കുമായിരുന്നു. അവിടുത്തെ പ്രാദേശിക ക്ലബിനൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ ഈ പോകുന്നതിൻ്റെ അന്ന് കയ്യിൽ ചെറിയൊരു കിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ ചോദിച്ച് എന്തുവാണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞത് ഇങ്ങനെ ഫുട്ബോൾ കളിയുണ്ട്, അങ്ങനെ അതിനുള്ള സാധനം ബൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ പോകുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല ഇല്ല. ഞങ്ങൾ 6 പേരാണ്, 5 ആണും 1 പെണ്ണും. ഒരു ഇടത്തരം കുടുംബമാണ്. സാമ്പത്തികമായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്കൊക്കെ ജോലിയുള്ളവരാ? ഞാൻ സൗദിയിലാണ്. എന്റെ ജ്യേഷ്ഠൻ സൗദിയിലാണ്. അല്ല, അപ്പൊ നമുക്ക് ഇയാളെ ഗൾഫിൽ അന്വേഷിക്കണോ അതോ ഇന്ത്യയിലാണോ? ഇല്ല, വെളിയിൽ പോകാൻ ചാൻസ്. പാസ്പോർട്ടൊക്കെ നമ്മുടെയാണ് സാർ. പോലീസ് സ്റ്റേഷനിൽ ഒന്നും പറഞ്ഞൊന്നുമില്ല.
നമ്മളൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുവരാൻ ഒന്നുകൂടെ നമ്മൾ അല്ല, അത് ഒരു വിഷയമല്ല. പ്രസാദിനിപ്പോൾ അങ്ങനെ ഒരാളെ അയാളെ വിളിച്ചു കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പ്രസാദിനെ ആലോചിച്ചിട്ട് നമ്മളൊരു കേസ് ഫയൽ ചെയ്താണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ 21 വർഷം കഴിഞ്ഞത് കൊണ്ട് ആ കാലത്തൊക്കെ നിങ്ങൾ അന്വേഷിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ നമ്മൾ പുറത്തെല്ലാം ഒരുപാട് അന്വേഷിച്ചു. തമിഴ്നാട്ടിലും ബോംബെയിലും പല ആൾക്കാരും വിധം അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ അന്വേഷിച്ചു. നമ്മൾ പരിചയക്കാരിൽ ഫോട്ടോ കൊടുക്കുകയും മറ്റുള്ള ഇതിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വരും പ്രതീക്ഷയിലാണ് ഇപ്പോഴും. മൻസൂർ വരും. എന്നാൽ ഏത് രീതിയിലും നമ്മൾ സ്വീകരിക്കാൻ യാതൊരു സംശയമില്ലല്ലോ. അതിലൊന്നും ഇപ്പോൾ കേൾക്കണവർക്കൊന്നും യാതൊരു സംശയവും മൻസൂറിന് തന്നെ ഉണ്ടാവില്ല. ഏത് രീതി പ്രവാസ ലോകം പ്രേക്ഷകരോടാണ്. എവിടുത്തെ ഉള്ള പ്രേക്ഷകരാണെന്ന് വെച്ചാൽ ലോകം മുഴുവനുള്ള പ്രേക്ഷകരോടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൻസൂർ 21 വർഷം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, നിറഞ്ഞ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മകനാണ്. ഇപ്പം 47 വയസ്സായിരിക്കുന്നു. 26 വയസ്സിലാണ് മൻസൂർ പോകുന്നത്. നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. വീട്ടിലൊന്നും കാര്യമായ പ്രശ്നങ്ങളില്ലാത്ത മൻസൂർ എന്തോ ആലോചിച്ച് ഉറച്ച് പോയതായിട്ടാണ് നമ്മൾക്ക് തോന്നുന്നത്. 2 പ്രാവശ്യം ഞങ്ങളിത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് മൻസൂറിൻ്റെ കുടുംബത്തിന് വേണ്ടി. 3ാമതും അവർ വരുന്നത് ഒരു പ്രതീക്ഷയോട് കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മൻസൂറിൻ്റെ രൂപവും ഇതെല്ലാം മാറിയിട്ടുണ്ടാവും, യാതൊരു സംശയവുമില്ല. പക്ഷേ മൻസൂറിൻ്റെ മനസ്സ് ഇപ്പോൾ കുറേ മാറ്റം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. രൂപത്തിനോടൊപ്പം തന്നെ മനസ്സും മാറിയിട്ടുണ്ടാവും. കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്നതിന് എന്താണ് മൻസൂറിന് തടസ്സം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മൻസൂർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, മൻസൂറിനെ അറിയുന്ന ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരു ജീവിതം ഇനിയും ബാക്കിയുള്ള ഒരു വ്യക്തിയാണ് മൻസൂർ. തിരിച്ചു വന്നാലും ഒരു ജീവിതത്തിന് ഇതുണ്ട്. അതല്ല, നിങ്ങളൊരു ചെറിയ ജീവിതം എവിടെയെങ്കിലും കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അതിനും കുടുംബം ഒരു വിരോധമായിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാമാന്യ ഇടത്തരക്കാരായ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളാണ്. എനിക്ക് തോന്നുന്നു മൻസൂറിനും അത്യാവശ്യ വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അമിതമായ വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നില്ല, എങ്കിലും സാമാന്യ വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മൻസൂറിൻ്റെ തിരിച്ചുവരവാണ്. 21 കൊല്ലമായില്ലേ മൻസൂർ, അത്യാവശ്യ കാലമായില്ലേ വനവാസം. തിരിച്ചു വരട്ടെ, കാലം കഴിഞ്ഞു. എല്ലാവരും കാത്തിരിക്കുന്നു, കുടുംബം മുഴുവൻ. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. നിങ്ങളുടെ സുഹൃത്ത് പ്രസാദ്, അദ്ദേഹത്തിനും അറിയില്ല നിങ്ങൾ എവിടെയാണെന്നുള്ളത്. എല്ലാവരും ദുഃഖിച്ചിരിക്കുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മൻസൂർ ഞങ്ങളെ വിളിക്കുക. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തു തരും. ഞങ്ങളെ കൊണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള സഹായങ്ങളും മൻസൂറിന് ചെയ്തു തരും. കുടുംബമായിട്ടാണ് വരുന്നത്. ഇനി എവിടെയെങ്കിലും ഒരു കുടുംബം കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും എന്ന് ഉറപ്പ് ഞാൻ പറയുന്നു. ഇതൊക്കെ അല്ലേ മനുഷ്യർ സാധ്യമുള്ളൂ. ഒളിച്ചിരുന്നുകൊണ്ട് എന്താ കാര്യമുള്ളത് മൻസൂർ? ഒളിച്ചിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. വെറുതെ കുടുംബത്തിന് കൂടുതൽ ദുഃഖിപ്പിക്കുക, ഉമ്മാനെ ഉപ്പാനെ ദുഃഖിപ്പിക്കുക, അതുപോലെ സഹോദരങ്ങളെ തീതിറ്റിക്കുക. ഇതൊന്നും നല്ല കാര്യമല്ല മൻസൂർ. മോൻ തിരിച്ചു വരണം. വളരെ സ്നേഹത്തോടു കൂടി പ്രവാസ ലോകം 3ാമത്തെ പ്രാവശ്യം മൻസൂറിനോട് അഭ്യർത്ഥിക്കുകയാണ്. മൻസൂർ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരണം. വളരെ പ്രതീക്ഷയോടുകൂടി മരുമകൻ അടക്കം വന്നിട്ട്, അവൻ നിന്നെ കണ്ടിട്ടുണ്ടാവില്ല, എത്രയോ കൊല്ലം മുമ്പ് പോയതാണ്. ഞങ്ങളൊരു പ്രതീക്ഷയോട് കൂടിയാണ് 3ാം തവണയും ഇവരെ പറഞ്ഞയക്കുന്നത്. ആ പ്രതീക്ഷ നിറവേറ്റേണ്ടത് മൻസൂറും പ്രേക്ഷകരുമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ശരി. 1 വർഷം മുമ്പ് സൗദി അറേബ്യയിലേക്ക് വീട്ടുജോലിക്കായി പോയ ഇടുക്കി വാഗമൺ സ്വദേശി സുശീല ഇന്ന് ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. പല വീടുകളിലായി രാവന്തിയോളം ജോലിയെടുക്കുകയാണ് സുശീല. ഇന്ന് തൊടുപുഴയിലുള്ള ഷംസീറാൻ എന്ന ഏജന്റാണ് സുശീലയെ കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. ഇന്ന് സുശീല അന്വേഷിച്ച സുശീലയുടെ സഹോദരനാണ് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ചോദിച്ചറിയാം സുശീലയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന്. ഇതിനു മുമ്പ് പോയിട്ടുള്ള ആളാണോ സുശീല? ആദ്യമായിട്ടാണ് വീട്ടുജോലിക്കാ പോയിട്ടുള്ളത്. വീട്ടുജോലിക്ക് പോയി. ഇവിടെ എന്തായിരുന്നു പണി? ഇവിടെ തോട്ടത്തിൽ പണിയായിരുന്നു സാറേ. ഇവിടെ കൂലിപ്പണിയായിരുന്നു. തോട്ടത്തിലെ തേയില എസ്റ്റേറ്റ് ആയിരുന്നു. അവിടെ ആരെ കൊണ്ടുപോയത്? റഫീഖ. ഷംസീർ എന്ന് പറഞ്ഞ തൊടുപുഴയുള്ള ഒരു ഏജന്റ് മുഖാന്തരം. എത്ര രൂപ കൊടുത്തു? ഇല്ല, അവര്
കൊണ്ടുപോകുമായിരുന്നു കാശ് മുടക്കി. ബോംബെ വഴി അല്ല, നെടുമ്പാശ്ശേരി. നെടുമ്പാശ്ശേരി തന്നെ കൊണ്ടാക്കാൻ ഞാൻ പോയിരുന്നു നെടുമ്പാശ്ശേരി. സൗദിയിൽ എവിടെയെന്ന് അറിയോ? സൗദിയിൽ അതിൻ്റെ അകത്തൊരു സ്ഥലം അപേക്ഷിക്കാത്തില്ല. അൽഖാസിമിലാണ് അല്ലേ? അപ്പോൾ അവിടെ ആരും ഇല്ല അല്ലേ? അറബിയുടെ വീട്ടിലാണ് അല്ലേ? അറബിയുടെ വീട്ടിലാണ്. ആദ്യം ഒരു 3 മാസം ഒരു വീട്ടിൽ എന്നെ ജോലി ചെയ്തിരുന്നു. എന്നെ അവിടുന്ന് ഇപ്പം അതിനുശേഷം ഇപ്പം പോയിട്ട് 1 വർഷം 1 മാസമായി എന്നെ ജോലിക്ക് പോയിട്ട് ഇവിടുന്ന്. പിന്നെ ഓരോ മാസം മക്കളുണ്ടോ സുശീലയ്ക്ക്? ഒരു ചെറുക്കനുണ്ട്. ഭർത്താവില്ല. ഇപ്പം മരിച്ചു. നിങ്ങളുടെ പ്രദേശമാണ്? അതെ. സുശീലയ്ക്ക് ഇപ്പൊ കുട്ടി ആരും നോക്കുന്നത്? അത് വലിയ ചെറുക്കൻ, 22 വയസ്സുള്ള മകനാ. ഇപ്പോ നിങ്ങൾ ശ്രമിച്ചു നോക്കിയോ ഈ ഷംസീർ? അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. പിന്നെ സാറേ ഇതിൻ്റെ അത് ഇപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ പിന്നെ വിളിച്ചു കഴിയുമ്പോൾ ഷംസീർ എടുക്കുമായിരുന്നു. ഇപ്പം ഇങ്ങനെ പിന്നെ പീഡനം അതിനെ ശാരീരികമായും മാനസികമായിട്ട് ഇവർ പീഡിപ്പിക്കുകയാണ്, ശമ്പളം കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയി. പിന്നെ ഷംസീറിനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പം ഷംസീർ പറയുന്ന 2 വർഷത്തെ എഗ്രിമെൻറ്റിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അത് എന്നാ കഴിയാതെ അവിടുന്ന് പോരാൻ പറ്റിയില്ല എന്ന നിലപാടിലാണ് ഈ കൊണ്ടുപോയത്. ഇന്ത്യൻ എംബസിക്ക് ഒരു കത്തായി, അതുപോലെ നോർക്കയ്ക്ക് ഒരു കത്തായി. നോർക്ക മുഖ്യമന്ത്രിയുടെ നോർക്കയിലേക്ക് ഒരു കത്തായി. കൂടാതെ ഞങ്ങളിപ്പോൾ എന്തായാലും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യാം. ഞങ്ങളുടെ അവിടെ ആളുകൾ, ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. അവർ സുശീലയെ സംരക്ഷിക്കാനുള്ള ഇതുകൾ ചെയ്യും. പ്രവാസ ലോക പ്രവർത്തകരോടാണ്. നമ്മൾക്ക് 100 കണക്കിന് ഇന്ന് ആളുകളാണ് ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോയ വീട്ടു ജോലിക്ക് പോയ ആളുകളുടെ കഥകൾ കേൾക്കാം. ഇതൊരു വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ നിന്ന് കാണിക്കുന്നത്. ഈ തെറ്റായ രീതിയിലൂടെ കൊണ്ടുപോകുകയും അവിടെ ചെല്ലുമ്പോൾ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന കഥകളാണ് അനുദിനം നമ്മളുടെ ചാനലിലൂടെ ഈ പ്രോഗ്രാമിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ നമ്മളെ തേടി വരുന്നത് ഒരു പരിഹാരത്തിന് വേണ്ടിയാണ്. നമ്മളെ പരിമിതികളും വളരെ കൂടുതലാണ് എന്ന് എല്ലാ പ്രേക്ഷകരും അറിയേണ്ടതുണ്ട്. എല്ലാവരും കുടിയേറ്റം നടത്തുമ്പോൾ അല്ലെങ്കിൽ ജോലി തേടി വിദേശത്തേക്ക്, പ്രത്യേകിച്ച് വീട്ടുതൊഴിലിന് വേണ്ടി സൗദി അറേബ്യ, കുവൈത്ത്, മസ്കറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ 10 പ്രാവശ്യം ആലോചിക്കുക, 10 പ്രാവശ്യം ചെക്ക് ചെയ്യുക. നിങ്ങൾ കോൺട്രാക്റ്റ് ഉള്ളവരാണോ പോകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ രേഖകളുമായിട്ടാണോ പോകുന്നത് എന്നെല്ലാം അന്വേഷിക്കേണ്ട ചുമതലയുണ്ട്. ഇത്തരത്തിൽ ചതിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പാവപ്പെട്ട സഹോദരിമാർ ബഹുഭൂരിപക്ഷവും അതിഭീകരമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീകളാണ് എന്നുള്ളതാണ് സത്യം. രോഗം മൂലം ബുദ്ധിമുട്ടുന്നവർ, ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ നികത്തിയിട്ടാണ് ഈ അമ്മമാർ വീട്ടുതൊഴിലിന് വേണ്ടിയിട്ട് പോകുന്നത്. ആരും സംരക്ഷിക്കാനില്ലാത്തൊരവസ്ഥയാണ് ഇവരുടെ മുന്നിൽ. എംബസി പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എംബസി ഏത് കാലത്തും പറയുന്നതാണ്. തീർച്ചയായിട്ടും സുശീലയെ നാട്ടിലെത്തിക്കേണ്ട ഒരു ധർമ്മം നമ്മളിലുണ്ട്. സുശീലയുടെ ഫോൺ നമ്പർ ഇതിലുണ്ട്. സുശീലയും ഞങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളെ, ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ സൗദിയിലുണ്ട്. അവരുമായി ഫോണിൽ നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തരുന്നതാണ്. സുശീല നാട്ടിലെത്തണം എന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. സാർ, അതിപ്പോൾ ശമ്പളം കൊടുക്കുന്നില്ല, പകുതി ശമ്പളം പോലും പെങ്ങളുടെ കൈ കിട്ടത്തില്ല. അവിടെ ഈ ഏജൻറ്റ് വാങ്ങിക്കുമെന്ന് പറയും. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ശമ്പളം അങ്ങനെ കൊടുക്കുന്നില്ല അവർ. നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ അപേക്ഷകളൊക്കെ അയക്കുക, അപ്പോൾ കൂടിയിട്ട് ഒരു ഇതുണ്ടാവും കേട്ടാ. സ്വദേശങ്ങളിലും വിദേശങ്ങളിലും കാണാതാകുന്ന മനുഷ്യരെക്കുറിച്ചുള്ള അന്വേഷണമാണ് പ്രവാസ ലോകം നടത്തുന്നത്. കാണാതായ ആളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഫോട്ടോ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസ ലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. വിദേശത്തേക്ക് പോകും മുമ്പ് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. വിദേശത്തേക്ക് ജോലി തേടി പോകും മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരിചയമല്ലാത്ത പല അനുഭവങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. മാനസികമായി അതിന് തയ്യാറെടുക്കുക. കാരണം വിദേശം മറ്റൊരു ലോകമാണ്.
യഥാർത്ഥ യാത്രാരേഖകളുമായി മാത്രം യാത്ര ചെയ്യുക. കൃത്രിമ രേഖകൾ നിങ്ങളെ അപകടത്തിലെത്തിച്ചേക്കാം. തൊഴിലുടമ്പടി അഥവാ ജോബ് കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ തനിക്ക് ദോഷകരമല്ലെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം. ചെയ്യേണ്ടുന്ന ജോലിയുടെ സ്വഭാവം, രീതികൾ, ഡ്യൂട്ടി സമയം, ഓവർ ടൈം, വേതന വ്യവസ്ഥകൾ, വിശ്രമ സമയം, ലീവ്, ജോലി സുരക്ഷ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് തങ്ങളുടെ ജോബ് കോൺട്രാക്റ്റ് എന്ന് ബോധ്യപ്പെടണം. നിങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ പ്രവാസ ലോകം പ്രവർത്തകരെ ബന്ധപ്പെടാൻ മറക്കരുത്. ഗൾഫിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ എംബസി നമ്പറുകൾ ഇവയാണ്. ഈ ആഴ്ചയിലെ UA എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.